നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികൾക്കെന്നും ഒരു പ്രത്യേക ഇഷ്ടമുള്ള നടിയാണ് മഞ്ജു വാര്യർ. വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ സ്നേഹം പിന്തുണയുമായി നടിക്ക് പ്രേക്ഷകർ നൽകിയത്. മഞ്ജുവിനെ പോലെ തന്നെ സിനിമയിൽ തന്നെയാണ് ചേട്ടൻ മധു വാര്യരും. തുടക്കം അഭിനയത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ സംവിധാനത്തിലടക്കമുള്ള തന്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു മധു വാര്യർ. സിനിമയും ഷൂട്ടിംഗ് തിരക്കുകളും കഴിഞ്ഞാൽ അമ്മയും സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളുമാണ് മഞ്ജുവിന്റെ ലോകം. അനിയത്തിയെ ചുറ്റിപ്പറ്റിയാണ് മധുവിന്റെ സന്തോഷവും തിരക്കുകളും. ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടവുമാണ്. സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെ പോലെ തന്നെ വളരെ ആക്റ്റീവാണ് മധു വാര്യരും. തന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ട്രോളുകളും എല്ലാം മധു പങ്കുവയ്ക്കാറുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്ത്യൻ സിനിമയുടെ അഭിമാനവും സ്റ്റൈൽ മന്നനുമായ നടൻ രജനീകാന്തിനെ കാണാൻ പോകുന്ന വീഡിയോ മധു പങ്കുവച്ചത്. വർഷങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിനായി പോകുന്നതിന്റെ വിശദമായ വീഡിയോ ആണ് മധു വാര്യർ പങ്കുവച്ചത്. ജീവിച്ചിരിക്കുന്ന പ്രതിഭയെ കാണാൻ പോകുന്നു എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് വീഡിയോ മധു തുടങ്ങിയത്. തന്റെ ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റിയതാകട്ടെ പെങ്ങൾ മഞ്ജു വാര്യരും. രജനി നായകനായി എത്തുന്ന വേട്ടയ്യൻ എന്ന സിനിമയിൽ മഞ്ജുവും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഈ വേളയിലാണ് ചെന്നൈയിലെ സെറ്റിൽ വെച്ച് മധു വാര്യർ തന്റെ ഇഷ്ടതാരത്തെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്തത്. വീട്ടിൽ നിന്നും ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയത് മുതൽ സെറ്റിലെത്തി രജനീകാന്തിനൊപ്പം ഫോട്ടോ പകർത്തിയത് വരെയുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ മധു വാര്യർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. ഇത്തരത്തിലൊരു പെങ്ങളെ കിട്ടിയ ചേട്ടൻ ഭാഗ്യം ചെയ്ത ആളാണെന്നാണ് പലരും പറഞ്ഞിരുന്നത്. ചേട്ടന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടുത്തറിയാവുന്ന അനിയനാണ് മഞ്ജുവെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണമെന്നാണ് ആരാധകർ കമന്റായി കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വേളയിൽ മഞ്ജുവിന്റെ ഒരു പഴയ അഭിമുഖവും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ചേട്ടന്റെ കഠിന പ്രയത്നങ്ങളെക്കുറിച്ചും അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചുമാണ് മഞ്ജു പറയുന്നത്. ചേട്ടൻ ഒരുപാട് വർഷമായി സിനിമയുടെ പിന്നാലെയാണ്. ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചത് തന്നെ സിനിമ ചെയ്യാനായിരുന്നു. അത്രമാത്രം സിനിമയുടെ ഇഷ്ടവും പാഷനുമാണ്. എന്നാൽ എങ്ങും എത്താതെ സ്ട്രഗിൾ ചെയ്യുന്ന ചേട്ടനെ താൻ നേരിട്ട് കണ്ടിട്ടും ചേട്ടന്റെ പല പ്രോജക്റ്റും അവസാന ഘട്ടത്തിൽ എത്തിയ ശേഷം നഷ്ടപ്പെടുന്നതും കാണേണ്ടി വന്നു. ഇപ്പോൾ എല്ലാം ഒത്തുവന്നതിൽ സന്തോഷമുണ്ടെന്നും ചേട്ടൻ നന്നായി ചെയ്യണമേ എന്ന ആഗ്രഹമാണ് മനസ്സിലുള്ളതും എന്നുമാണ് മഞ്ജു പറയുന്നത്. മഞ്ജുവിന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും കരുത്തായി നിന്നത് ചേട്ടൻ മധുവായിരുന്നു. തളർന്നു പോകുമായിരുന്ന അവസ്ഥയിലും കൈപിടിച്ചുയർത്തിയത് ചേട്ടനും അമ്മയുമാണെന്ന് മഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ആയിഷയാണ് മഞ്ജുവിന്റേതായി പുറത്തെത്തിയ ചിത്രം. ഫൂട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട്. ബോളിവുഡിലും നടി ചുവടുവയ്ക്കുന്നതായ വാർത്തകളുണ്ട്. കരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ. മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ്. ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ, തുനിവ് എന്നീ 2 സിനിമകളും ഹിറ്റായിരുന്നു. മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.